ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇവിടെ തെലങ്കാനയിൽ ഒരു പരീക്ഷ നടക്കുന്നു 2019. തെലങ്കാന ഇന്റർമീഡിയറ്റ് എക്സാം. അതിൽ 9.7 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. അതിൽ 3.8 ലക്ഷം വിദ്യാർത്ഥികളും തോൽക്കുന്നു. അതിൽ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അന്ന് ആ പരീക്ഷ നടത്തിയ ഏജൻസിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. അന്ന് ആ ഏജൻസിയുടെ പേര് ഗ്ലോബറീന ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. തെലങ്കാന അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗ്ലോബറീന ടെക്നോളജീസ് പേര് മാറ്റുന്നു. കൊയംഡ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് പേര് മാറ്റുന്നു. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആ കമ്പനിക്ക് ഇവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താതെ ഇവിടെ CBSE കൊടുക്കുകയാണ്. ഇത്രയധികം വിദ്യാർത്ഥികളുടെ ഭാവി സുപ്രീം കോടതി ചോദിക്കുന്നു. നിങ്ങൾക്ക് ഒരു തവണ അടി കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. ഇത്രയധികം പരീക്ഷ എഴുതിയ കുട്ടികൾ അങ്ങേയറ്റം ആശങ്കയിൽ, അങ്ങേയറ്റം ആദിയിൽ, സങ്കടത്തിൽ ഈ സമയവും നമ്മൾ ഈ സംസാരിക്കുന്ന മണിക്കൂറുകളും തുടരുകയാണ്. ഇവിടെ ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി CBSE ടെൻഡറിൽ ഗുരുതരമായ ഭേദഗതി വരുത്തിയ ആരോപണം ഉണ്ടാകുന്നു. അതിന്റെ പേപ്പർ ഞാൻ അങ്ങനെ അയച്ചു തരാം. സെപ്റ്റംബറിലേക്ക് എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ പദം നൈസായിട്ടും ഒഴിവാകുകയാണ്. ഗുരുതരമായ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ ഈ തെരുവിൽ ഉന്നയിക്കുന്ന പ്രശ്നത്തിന് അപ്പുറം ആ വിഷയത്തിലുണ്ട്. ആരും അത് വേണ്ട രീതിയിൽ ഉന്നയിക്കുന്നില്ല. അതുകൊണ്ടല്ലേ കുട്ടികൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്? ശ്രീ വിനോദ് മാത്യു വിൽസൺ. അതെ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കഥയല്ല, ഒരു ഉപമയില്ലേ. അതായത് ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്നതോടുകൂടി അധ്യാപകൻ അസ്വസ്ഥനാകുന്നു. ആ കുട്ടിയെ ക്ലാസ്സിൽ ആക്ഷേപിച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്നു. അപ്പോൾ അതിന് പിന്നീട് നമ്മൾ പറയുന്നത് ആ കുട്ടിയെ ആക്ഷേപിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു, കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. പക്ഷേ ആ കുട്ടി ചോദിച്ച ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹാഷ്മിക്ക് അറിയാമല്ലോ, നമുക്ക് ഇപ്പം നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലുണ്ടായ വലിയ ഒരു പ്രതിഷേധം അറിയാം. അത് നിർഭയ കേസിൻ്റെ പ്രതിഷേധമായിരുന്നില്ലല്ലോ. അതെന്തായിരുന്നു സംഭവം? അന്ന് UPA സർക്കാരിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, ഡൽഹിയിലെ പോലീസിനെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ, അണ്ണാ ഹസാരയുടെ സമരം, ആ സമരത്തിൻ്റെ ഭാഗമായ സമരം ഇങ്ങനെ പ്രതിഷേധമായി ഇരിക്കുന്ന സമയത്താണ് നിർഭയ കേസ് വരുന്നത്. നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വലിയ മൂവ്മെൻറ്റ് വരുന്നു. അത് വലിയ പ്രതിഷേധമായി തീരുകയും പിന്നീട് മറ്റൊരു ഗവൺമെൻറ്റിനെ തന്നെ താഴെ ഇറക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഇവർ ഈ BJPക്കാരും അല്ലെങ്കിൽ സംഘപരിവാർ ഹാൻഡിൽസും പറയുന്ന ഒരു പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മാത്രം. ഇതൊരു പരീക്ഷാ പേപ്പർ ചോർച്ചയല്ല. ഇതെന്ന് പറയുന്നത് ഇനിയും വരാൻ പോകുന്ന കോടിക്കണക്കിന് മനുഷ്യർ ചെറുപ്പക്കാർ താമസിക്കുന്ന ഈ രാജ്യത്ത് 22 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. ഈ കുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഞങ്ങളുടെ കഴിവിൻ്റെ മാനദണ്ഡമാണോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന ക്രമക്കേടിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് പറയുന്ന ആ വിശ്വാസികളുടെ പ്രശ്നമാണ്. അതാണ് ഇവിടെ അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഈ വിശ്വാസത്തെ എങ്ങനെയാണ് തിരിച്ചെടുക്കുക? ഇപ്പോൾ ഇവർ പറയുന്നു FIR ഇട്ടിരിക്കുന്നു, കേസ് ഇട്ടിരിക്കുന്നു, CBI കേസ് എടുത്തിരിക്കുന്നു, ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു പറയുമ്പോൾ ഉള്ള പ്രശ്നം, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംവിധാനമാണെങ്കിൽ കൂടി ആ സ്വതന്ത്ര സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ അതിൻ്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിമിനൽ ഒഫൻസിനെ ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ക്രിമിനൽ ഒഫൻസിന് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, അവർക്കെതിരെ ക്രൈം എടുത്തിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ ഭരണപരമായ നയപരമായ തീരുമാനമെടുക്കുന്ന ഗവൺമെൻറ്, ഇവിടെ കാശ്മീർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇനി നീറ്റ് എക്സാം നടക്കണമല്ലോ, കുട്ടികൾ MBBS-നും BDS-നും അഡ്മിഷൻ കിട്ടി രാജ്യത്ത് പഠിക്കണമല്ലോ. ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്കിത് സ്വതന്ത്രമായി എഴുതിയാൽ മാർക്ക് കിട്ടും, ഞങ്ങളുടെ കഴിവും മാനദണ്ഡവും അനുസരിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള എന്ത് മാനദണ്ഡങ്ങൾ, എന്ത് വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി എന്ത് കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇതാണ് ആവർത്തിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങൾ BJPക്കാരോടും സംഘപരിവാറുകാരോടും ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അത് ഇനി മറ്റൊരു വിഷയം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ അത് മാത്രമല്ല വിഷയം, ഇവിടെ തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട്. നമുക്കറിയാം ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നമ്മുടെ എക്കണോമിയെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ വിലക്കയറ്റം, ജീവിത ചെലവ്, പരീക്ഷാ ചോർച്ചയും അതുമായി ബന്ധപ്പെട്ട നിയമന വൈകലുകളും, അതുപോലെ തന്നെ സാമൂഹിക മത ധ്രുവീകരണം, അതുപോലെ അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെറുപ്പക്കാർ അസ്വസ്ഥരാണ്. ആ ചെറുപ്പക്കാർ ഒരു ട്രിഗർ ഫാക്ടറായിട്ട് മാത്രമാണ് ഈ പരീക്ഷാ പ്രശ്നത്തെ കാണുന്നത്. അല്ലാതെ കുറേ പരീക്ഷ പേപ്പർ ചോർന്നു, അതിൽ കുറേ പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ കേസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ പ്രശ്നമൊക്കെ തീരുമെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാജ്യത്ത് ജീവിക്കുന്ന 60 കോടി മനുഷ്യർ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന 60 കോടി മനുഷ്യർ എന്ന് പറയുന്നത് 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ആ കുട്ടികളുടെ ഭാവിയെ പറ്റി സംസാരിക്കുമ്പോൾ അവർ രാജ്യദ്രോഹികളാണ്, വിദേശ ഫണ്ട് വാങ്ങുന്നവരാണ്, അവരുടെ മൊത്തം ഫണ്ടിങ്ങും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അവർ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇത് ഭരണപക്ഷത്തിന് മാത്രമുള്ള പ്രശ്നമല്ല. നമുക്കറിയാമല്ലോ, ഇവിടെ ആക്ഷേപിച്ചുകൊണ്ട് ഇവരെ തകർത്ത് കളയുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അറബ് വസന്തത്തെ പറ്റി തൊട്ടു മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകനായ അദ്ദേഹം ഒരുപാട് മൂവ്മെൻറ്റുകളെ പറ്റി പറഞ്ഞു. അറബ് വസന്തം നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും എങ്ങനെയായിരുന്നു ഹാഷ്മി? തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ വിചാരിച്ച എന്താണ്? ഇത് കുറേ അഭിഭാഷകരുടെയും കുറേ ബുദ്ധിജീവികളുടെയും
സമരത്തെയും സമരമായിട്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടക്കകാലത്ത് ബ്രിട്ടീഷുകാർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായി സംഭവിച്ചത്? അറബ് വസന്തം എങ്ങനെ? ടുണീഷ്യയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ അവിടുത്തെ അധികാരികൾ അവൻ തെരുവിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ പഴവർഗ്ഗ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും അവൻ 2010 ഡിസംബറിൽ തെരുവിൽ വെച്ച് ദേഹത്തൂടെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അവിടെ നിന്ന് വലിയ പ്രക്ഷോഭം പിന്നെ ഈജിപ്തിലേക്കും ടുണീഷ്യയിലേക്കും വ്യാപിച്ചു. അതാണ് വലിയ അറബ് വസന്തമായി മാറിയത്. ഞാൻ ഇന്ത്യയിൽ അങ്ങനെ മനുഷ്യരെല്ലാം ഇറങ്ങി ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം, അവരെ കേൾക്കണം. ഈ സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ അവരെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ മാത്രമേ ജനാധിപത്യത്തിൽ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണമല്ല പ്രസക്തം. ആ ജനാധിപത്യത്തിൽ അവർ പറയുന്ന വിഷയങ്ങളുടെ ഗൗരവം, അവർ പറയുന്ന സബ്ജക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവപരമായ വിഷയങ്ങളുണ്ടോ അതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത. കാലാകാലങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഒരു ന്യായാധിപൻ കേവലം ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും അഭിജിത് ദീപ്കെ പാർട്ടികളെല്ലാം ഒരുമിച്ചാൽ എന്നൊരൊറ്റ വരി ഇടുമ്പോഴേക്കും അത് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയ മൂവ്മെന്റായി മാറണമെങ്കിൽ അത്രയധികം ഡിസ്ട്രസ് ആ ഓഡിയൻസിനിടയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.